ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സമാഗമന കൂടാരം എന്ന ഈ അതിമഹത്തായ ദൈവ തിരുവെഴുത്തുകളെക്കുറിച്ച് കഴിഞ്ഞ ചില ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർന്നുള്ള പ്രാകാരവാതിൽ എന്ന വിഷയവുമായിട്ടുള്ള ബന്ധത്തിലാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അതിൻ്റെ ചില ഭാഗങ്ങളോട് ചിന്തിപ്പാൻ ഈ സന്ദർഭത്തിൽ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ തികഞ്ഞ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകാൽ ഞാൻ എന്നും ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾ വീക്ഷിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ മീഡിയാസിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തികഞ്ഞ ഏകാഗ്രതയോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ നിരവധി തിരുവെഴുത്തുകളെ കോർത്തിണക്കി ചേർത്ത് വെച്ച് അതിനെ തെളിയിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളെയും നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സിമ്പിൾ മെസ്സേജ് പറയുന്നത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും ലഘുവായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന നിലയിലാണ് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിരവധി വാക്യങ്ങൾ നിങ്ങളിലേക്ക് വരണം. അതുകൊണ്ട് വളരെ തികഞ്ഞ ഏകാഗ്രതയോടെ ആയിരിക്കാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഈ പ്രോഗ്രാം നിങ്ങൾ വീക്ഷിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് വീക്ഷിപ്പാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരിക്കൽ കൂടെ ഈ നിഴലും പൊരുളും എന്ന ഈ സബ്ജക്റ്റിലേക്ക്, സമാഗമന കൂടാരം എന്ന ഈ വിഷയത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഇതിൻ്റെ ആത്മീക മറപൊരുളുകളെ, കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന, കർത്താവ് മറച്ചു വച്ചിരുന്ന ആ സത്യങ്ങളെ ഞങ്ങൾ ഗ്രഹിച്ച് ഞങ്ങൾ ആത്മീകമായി ദൈവകൃപയിൽ ശക്തിപ്പെടാൻ ദൈവാത്മാവ് ഞങ്ങൾക്ക് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഒരുപോലെ ആത്മീക അഭിവൃദ്ധി ഉളവാകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപയരണം. പരിശുദ്ധാത്മാവ് ആദിയോടന്ന് ഞങ്ങളോട് ഇടപെടും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ ഇതിന് പ്രാകാരവാതിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ആ ഭാഗമാണ് പ്രാകാരത്തിൻ്റെ വാതിൽ. അതായത് ഈ ഭാഗമാണ് പ്രാകാരവാതിൽ. ഇതിന് ഒറ്റ വാതിലേ ഉള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ ചിന്തിച്ചു. ആ ചിന്തിച്ചിരിക്കുന്ന ആ ഏകവാതിൽ എന്തിനെ കാണിക്കുന്നു നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഏകവാതിൽ ക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് നമ്മൾ അതിൻ്റെ ആത്മീക തലം നമ്മൾ ചിന്തിച്ചു. മാത്രമല്ല ഇത് രക്ഷയുടെ വാതിലാണെന്ന് നമ്മൾ ചിന്തിച്ചു. കാരണം ഈ വാതിലിൽ കൂടെ മാത്രം, ഏകവാതില, വേറെ ഒരു വാതിലുമില്ല, വേറെ ഒരു വഴിയുമില്ല സമാധാന കൂടാരത്തിലെത്തിക്കാൻ. യാഗം കഴിക്കാൻ, അകൃത്യയാഗമാകട്ടെ, പാപയാഗമാകട്ടെ, സമാധാനയാകട്ടെ, ഏതൊരു യാഗവും കഴിക്കാൻ ഇതിനകത്ത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വാതിൽ വഴി മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ആ ഒറ്റ വാതിലേ ഉള്ളൂ. അനുവാദം എന്നുള്ളതിലുപരി ഒറ്റ വാതിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് രക്ഷയുടെ വാതിലാണ്. അത് രക്ഷ ക്രിസ്തുവാണ്. ഈ വാതിൽ ക്രിസ്തുവാണെന്ന് നമ്മൾ ഇതര വാക്യങ്ങളോട് ചിന്തിച്ചു. വീണ്ടും അതിലേക്ക് മടങ്ങി തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാതിലിൻ്റെ മറ്റൊരു പേര്, ഒരു ആത്മീയമായ മറ്റൊരു ചിന്താതലം നമ്മൾ കൊണ്ടുവന്നു. ഇത് രക്ഷയുടെ വാതിലാണ്. കാരണം ഇതിൽ കൂടെ പ്രവേശിക്കുന്ന യാഗം കഴിച്ചാലേ പാപമോചനമുണ്ട്, ശിക്ഷയിൽ നിന്നുള്ള രക്ഷ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രക്ഷയുടെ വാതിലാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇനി നമ്മൾ അതിൽ തന്നെ മൂന്നാമതായി മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്, ഇത് മധ്യസ്ഥതയുടെ വാതിലാണ്. മധ്യസ്ഥതയുടെ വാതിൽ, അതായത് ഒരുവൻ ഇവിടെ ഒരു പാപി ഇതിനകത്ത് യാഗം കഴിക്കാനായിട്ട് വരുമ്പോൾ അവൻ്റെ മുമ്പിൽ ഈ വാതിലാണ്. ഇനി ദൈവസാന്നിധ്യത്തിലേക്ക്, യാഗപീഠത്തിൻ്റെ അടുത്തോ താമ്രത്തൊട്ടിയിലേക്കോ അല്ലെങ്കിൽ കൃപാസനത്തിലേക്കോ ഒരുവൻ എത്തണമെങ്കിൽ ഈ കൃപാസനത്തിൻ്റെയും ആലയത്തിൻ്റെയും യാഗം കഴിക്കാൻ വരുന്നവൻ്റെയും മധ്യത്തിലായി, ഇടയിലായി നിലകൊള്ളുന്ന വസ്തുവാണ് ഈ വാതിൽ. ഈ വാതിലും മാത്രമല്ല, അങ്ങോട്ടുള്ള എല്ലാ വാതിലുകളും അങ്ങനെയാണ്. പ്രധാനപ്പെട്ട ഈ വാതിൽ. അപ്പോൾ ഈ വാതിൽ അത് മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കും ദൈവത്തിനും വേണ്ടി ഇടയ്ക്ക് നിൽക്കുന്നവൻ. അന്ന് മധ്യസ്ഥത വഹിച്ചിരുന്നത്, ന്യായപ്രമാണ കാലഘട്ടത്തിൽ മധ്യസ്ഥത വഹിച്ചിരുന്നത് പുരോഹിതന്മാരായിരുന്നു. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടിവിൽ നിൽക്കുന്നവനാണ്. രണ്ടുപേർക്കും വേണ്ടി, രണ്ടുപേരുടെ നടുവിൽ, പ്രത്യേകാൽ മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നവനാണ്. അയ്യോ, ഇവനെ ശിക്ഷിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ നമുക്കതിൻ്റെ ഒരു ഭാഗം പുറപ്പാട് പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. മോശ ജനത്തെ നടത്തിക്കൊണ്ടുവരുമ്പോൾ ജനത്തിൻ്റെ പാപനിമിത്തം ദൈവകോപം ഉണ്ടായി. അപ്പോൾ ഈ ദൈവകോപം മനുഷ്യരിലേക്ക് വ്യാപരിക്കപ്പെട്ടപ്പോൾ മോശ പറഞ്ഞൊരു പദം ഇതാണ്: എന്നെ കൊന്നുകളയണം, ഈ ജനത്തെ കൊല്ലരുത്.
എന്ത് ചെയ്യണം? എന്നെ കൊല്ലണം. അപ്പോൾ ഈ ജനത്തിന് വേണ്ടി ദൈവത്തോട് തൻ്റെ ജീവനെ തന്നെ വിലയേറപ്പെട്ടതായിട്ടെണ്ണാതെ ജനത്തിന് വേണ്ടി ദൈവത്തോട് ദൈവകോപത്തിൻ്റെ ഇടയിൽ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നവനാണ് പുരോഹിതൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു അർത്ഥതലങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ മധ്യസ്ഥത, അപ്പോൾ ഈ വാതിൽ ഒരു മധ്യസ്ഥതയുടെ വാതിലാണ്. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ക്രിസ്തു ആണെന്ന് നമ്മൾ ചിന്തിച്ചു, യേശുവാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ യേശുവാണെന്ന് ചിന്തിച്ച ഇതേ വാതിൽ മധ്യസ്ഥതയുടെ വാതിലാകണമെങ്കിൽ ക്രിസ്തു മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ക്രിസ്തു മധ്യസ്ഥനാണ്. നമുക്കൊന്നിട്ട് വാക്യങ്ങളിലൂടെ കടന്നു വരാം, എങ്കിൽ മാത്രമേ ഇതിനെല്ലാം നമുക്കൊരു നിശ്ചയം ഉണ്ടാകുകയുള്ളൂ. നമുക്കൊരു വാക്യം തിമോഥെയോസിൻ്റെ ലേഖനത്തിലേക്ക് വരാം. 1 തിമോഥെയോസിൻ്റെ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിച്ച് 1 തിമോഥെയോസ് 2:5 വായിച്ചാൽ നമുക്കവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവായ മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ ദൈവത്തിനും പഴയ ന്യായപ്രമാണ കാലത്തിൽ മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യൻ തന്നെയാണ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്, അതുകൊണ്ട് മധ്യസ്ഥനായി നിന്നത്. എന്നാൽ ആ ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ യേശു എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥനായി തീരുക. ഇനി മറ്റൊരു അർത്ഥതലത്തിലേക്ക് പറഞ്ഞാൽ ലോകത്തിൽ മനുഷ്യന് വേണ്ടി നിയമിക്കപ്പെട്ടിരുന്ന മധ്യസ്ഥന്മാർ, പുരോഹിതന്മാർ മരണത്താൽ നീക്കപ്പെടുന്നവരാണ്. മരണം കൊണ്ട് അവിടെ മധ്യസ്ഥത അവസാനിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ മധ്യസ്ഥത മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് സദാ നമുക്ക് വേണ്ടി ജീവിക്കുകയാൽ ആ മധ്യസ്ഥൻ ഇനി മരണമില്ലാത്ത മധ്യസ്ഥനാണ്. നമുക്കൊന്നുകൂടെ 1-2 വാക്യം കൂടെ. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം, എബ്രായ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം, എബ്രായ ലേഖനം 7:25 വായിച്ചാൽ, എബ്രായ ലേഖനം 7:25 വായിച്ചാൽ നമുക്ക് വേണ്ടത് മതി. 8-ാം അധ്യായം 6-ാം വാക്യം വായിച്ച, 8-ാം അധ്യായം 6-ാം വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളുടെ നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ. മതി. അവിടെ പറയുന്നു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. 9-ാം വാക്യം 15-ാം വാക്യം കൂടെ വായിച്ചേ. 9:15 കൂടെ വായിച്ചേ. അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകാര. ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ കാര്യത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമസഭയ്ക്ക്, പഴയ നിയമസഭയിൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ മനുഷ്യരായ മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. എന്നാൽ യേശു പറഞ്ഞൊരു കാര്യം, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. യേശു ക്രിസ്തു പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. യേശു ക്രിസ്തു തന്നെ യാഗമായി അർപ്പിച്ചിട്ട് സകല മനുഷ്യർക്കും വേണ്ടി സദാകാലത്തും പക്ഷപാതം ചെയ്യുന്നവനായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത് ക്രിസ്തുവാണ്. എന്നാൽ അബദ്ധവശാൽ തിരുവെഴുത്തുകളെ വേണ്ടവണ്ണം ഗ്രഹിക്കാതെ വണ്ണം മാനുഷിക കൽപ്പനകളും മാനുഷിക പാരമ്പര്യങ്ങളും ക്രൈസ്തവ സഭയ്ക്കകത്ത് തിരികെ കയറ്റപ്പെട്ടപ്പോൾ അതൊക്കെ ഇന്ന് മധ്യസ്ഥത മറ്റു നിലകളിലേക്ക് പോയി. മരിച്ചവരോട് മധ്യസ്ഥത അണയ്ക്കുക,
വിശുദ്ധന്മാരെ കൊണ്ട് മധ്യസ്ഥനായിട്ട് പ്രാർത്ഥിക്കുക, ഇത്യാദി സംഗതികളൊക്കെ ക്രൈസ്തവ മണ്ഡലങ്ങളിൽ എവിടെ നിന്നൊക്കെയോ വന്നു കയറിയതാണ്. അല്ലാതെ തിരുവെഴുത്തുകളുടെ ആധികാരികയോ അടിസ്ഥാനമുള്ളതല്ല. എവിടെ നിന്നൊക്കെയോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ, മനുഷ്യൻ്റെ യുക്തിയിൽ നിന്ന് ഉദിക്കപ്പെട്ട ആചാരങ്ങളായി, വിശ്വാസ പ്രമാണങ്ങളായി പരിണമിച്ചതാണ്. അല്ല, ക്രിസ്തു നമുക്ക് നൽകിയ ഉപദേശങ്ങളല്ല, അപ്പോസ്തലന്മാരുടെ മുഖാന്തരം നമുക്ക് നൽകപ്പെട്ട ഉപദേശങ്ങളല്ല. അതുകൊണ്ട് നമുക്കൊരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ. അത് നമുക്ക് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിൽക്കുന്നത് യേശു ക്രിസ്തു എന്ന ഏകരക്ഷകൻ മാത്രമേ ഉള്ളൂ. വേദപുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോടോ അപേക്ഷ കഴിക്കുന്നത്. അപ്പം മരിച്ചുപോയവരോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ല. ജീവിച്ചിരിക്കുന്ന, സദാകാലവും ജീവിച്ചിരിക്കുന്ന, മരണത്തെയും പാതാളത്തെയും ജീവിച്ചിരിക്കുന്ന ക്രിസ്തു ഒരേ മധ്യസ്ഥൻ. അതാ മധ്യസ്ഥ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്കും ദൈവത്തിനും മനുഷ്യർക്ക് ഏക മധ്യസ്ഥൻ, അത് മനുഷ്യർക്ക് വേണ്ടി മരിച്ച ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ മറ്റൊരു സംഗതി കൂടെ ഈ വാതിൽ നമുക്ക് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് ഈ വാതിലിന് പ്രത്യേകിച്ച് പൂട്ടോ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഇത് എല്ലാ സമയവും ഏത് സമയത്തും ഒരാളിന് ഇതിന് അകത്ത് പ്രവേശിക്കത്തക്ക നിലയിലുള്ള സംവിധാനമാണുള്ളത്. എന്നാൽ നമ്മൾ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പല ദൈവങ്ങളോ അല്ലെങ്കിൽ ദൈവങ്ങൾ ഇരിക്കുന്നിടമോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളോ ഒക്കെ ഉണ്ടാകും. അവിടെയൊക്കെ ഒരു നിശ്ചിത സമയത്ത് അതിൻ്റെയൊക്കെ വാതിലുകൾ അടയ്ക്കും. ഇനി ആ വാതിൽ കടന്ന് അകത്ത് പ്രവേശിക്കണമെങ്കിൽ തന്നെ പ്രവേശന ഫീസ് നൽകേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഈ വാതിലിന് പ്രവേശന ഫീസില്ല, ഇവിടെ പൂട്ടില്ല, ഇതിന് പ്രത്യേകിച്ച് ഗേറ്റില്ല, ഇതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യന് ഓടി വന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള അവസരമുണ്ട് ഇതിനകത്ത് തുറന്ന് അതിനകത്ത് പ്രവേശിക്കാൻ. കാരണം ഈ യാഗപീഠത്തിലേക്ക് ഒരു പാപി, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രതികാരകൻ അവനെ ഓടിക്കുമ്പോൾ, അബദ്ധവശാൽ പാപം ചെയ്ത ഒരുവന് യാഗപീഠത്തിൽ വന്ന് അഭയം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ പ്രതിയോഗി അവൻ്റെ പിന്നാലെ പാഞ്ഞു വരുമ്പോൾ ഇവിടെ വന്ന് പൂട്ടൊന്നും തുറന്ന് ഇവിടെ കാത്തു നിൽക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ദൈവത്തിനറിയാം ഏതൊരു മനുഷ്യനും അവൻ്റെ പ്രാണൻ, അവൻ്റെ ജീവൻ അവന് വിലയേറപ്പെട്ടതാണ്. അതുകൊണ്ട് അവൻ്റെ ആത്മരക്ഷയ്ക്ക് ഏത് സമയത്തും ഒരു പാപിയുടെ ഹൃദയം ആത്മരക്ഷയ്ക്ക് വേണ്ടി തുറക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവൻ അവിടെ വേറെ ഒരു തടസ്സം ഉണ്ടാകരുത്. അതുകൊണ്ട് ഓടി വന്ന് അഭയം പ്രാപിക്കാനുള്ള സ്ഥലം കൂടെയാണ് ഈ വാതിൽ. അതുകൊണ്ട് ഇതിന് ഗേറ്റ് ഫീസൊന്നുമില്ല, ഇതിന് പ്രവേശന ഫീസില്ല, ഇതിന് ഒരു ഫീസും ഇല്ലാത്ത ഒരു സംഗതിയാണ് രക്ഷയുടെ ഈ വാതിൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 3:20 വായിച്ചാൽ അവിടെ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ഒന്ന് വായിക്കാമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലും, അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നോക്കിയേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തെ തേടി മനുഷ്യൻ എവിടെല്ലാം അലയുകയാണ്, എന്തെല്ലാം ത്യാഗം സഹിക്കുകയാണ്. ദൈവത്തെ അന്വേഷിച്ച് കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കുന്നു. എന്തൊക്കെയോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനുഷ്യനാൽ ഉളവാക്കപ്പെട്ട പ്രമാണങ്ങളും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് അവൻ പാപപരിഹാരം തേടുന്നു. എന്നിട്ടും അവന് പാപമോചനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇവിടെ പറയുന്നു, ഞാൻ വാതിലാകുന്നു, ഇതാ വാതിൽക്കൽ നിന്ന് എന്ത് ചെയ്യാം, നിന്നെ തേടി ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഈ ശബ്ദം കേട്ടിട്ട്, രക്ഷകന്റെ ശബ്ദം, വാതിൽ നിന്ന് മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും ആ വാതിൽക്കലേക്ക് വന്നാൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന, നീ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണമെന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ ലോകമെമ്പാടും വിരണ്ടോടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദത്തെ കേട്ടിട്ട് നീ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അങ്ങോട്ട് വന്ന് ഞാൻ നിന്നെ സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത് ഫീസില്ലാത്ത സൗജന്യമായ പ്രവേശനമാണ്. ഈ വാതിൽ നമ്മൾ വിളിച്ചു പറയുന്ന സന്ദേശം, ഇവിടെ പൂട്ടില്ല, ഇവിടെ വേറെ ഒരു സംവിധാനങ്ങളുമില്ല. ഒരു പാപിക്ക് എപ്പോൾ വേണമെങ്കിലും, ഒരു നീതിമാന് എപ്പോൾ വേണമെങ്കിലും ദൈവത്തെങ്കിലേക്ക് പ്രവേശനമുണ്ട്. എവിടെ ഇരിക്കുന്നുവോ അവിടെ ഇരുന്നുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ ഓർപ്പിച്ചതാണ്, നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമല്ല. നീ ഒരു പാപിയാണ്, അല്ലെങ്കിൽ നീ ഏതെങ്കിലും പ്രതിസന്ധിയിലാണ്, ഏത് കഷ്ടതയിലാണ്, അതിനകത്തിരുന്നു കൊണ്ട്, നീ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട്
ദൈവ സന്ദേശം, ഈ സന്ദേശം എന്നല്ല, ഏതൊരു ശുശ്രൂഷകൻ നൽകുന്ന ആത്മീക സന്ദേശം കേട്ടിട്ട് നീ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവമേ എന്ന് വിളിച്ചാൽ, യേശുവേ എന്ന് വിളിച്ചാൽ നിൻ്റെ അടുക്കലേക്ക് വന്ന് നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. അതുകൊണ്ട് ആ കർത്താവിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്കൂടെ നമുക്ക് കടന്നു വരാം. ഈ മറശീല എന്ന് പറയുന്ന ഈ വാതിലിൻ്റെ പ്രാകാരം, നമ്മൾ വാതിലിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇനി ഈ വാതിൽ കാണുന്ന മറശീല ഉണ്ട്. ഒരു കർട്ടൻ കൊണ്ടാണ് ഇതിനെ മറച്ചിരിക്കുന്നത്. ഒരാൾ വന്നാൽ അത് നീക്കി അതിനകത്തേക്ക് പ്രവേശിക്കാം. ഈ കർട്ടൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ഇതെന്താണ് ഈ തിരശീല? നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ഒരു തിരശീല, നമ്മുടെ വീട്ടിലിട്ടേക്കുന്ന ഒരു ജനാലയുടെ ഒരു വാതിലിൻ്റെ കർട്ടൻ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വലിയ പ്രത്യേകത, ഒരു തുണി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാണും. ഇവിടെയും ഒരു വന്നാൽ, ഈ വാതിലിൻ്റെ മുമ്പിലേക്ക് വന്നാൽ ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ഒരു വാതിൽ മറയായിട്ട് മാത്രമേ അവൻ്റെ മാനുഷിക ബുദ്ധിക്ക്, അവൻ്റെ ജഡത്തിൽ നിന്നുള്ള അറിവിൽ, അവൻ്റെ ഭൗതിക തലത്തിൽ നിന്നുള്ള അറിവിൽ നിന്നുകൊണ്ട് അവിടെ ഇട്ടേക്കുന്ന ഒരു കർട്ടനെന്ന് മാത്രമേ അതിനെ കാണാനായിട്ട് സാധിക്കൂ. എന്നാൽ ഒരു ആത്മീക മനുഷ്യൻ അതിനെ കണ്ടാൽ, ആത്മാവിൽ അതിനെ ദർശിച്ചാൽ, കർത്താവിൻ്റെ ഹൃദയത്തിൽ ആ തിരശീല അവിടെ വെക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പദ്ധതി, അതിൻ്റെ അർത്ഥതലം, അതിനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്തെന്ന് അതേ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരുവൻ അതേ ആത്മാവിനാൽ വിവേചിച്ചാൽ, അതേ ആത്മാവിനാൽ അതിനെക്കുറിച്ച് ധ്യാനിച്ചാൽ നമുക്കതിനകത്ത് ദൈവം മറച്ചു വച്ചിരിക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തിരുന്ന ആ ദൈവിക ഉദ്ദേശം എന്തെന്ന്, ദൈവത്തിൻ്റെ പ്ലാൻ എന്തെന്ന് നമുക്ക് ആ തിരശീലയുടെ കണ്ടെത്താനായിട്ട് കഴിയും. അത് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ തിരുവഴുത്തുകളിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ബൈബിൾ വായിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുന്നത് ഒരു മതഗ്രന്ഥം എന്നുള്ള, ഇവിടെ ധാരാളം മതഗ്രന്ഥങ്ങളുണ്ട്. ഒരു മതഗ്രന്ഥം എന്ന നിലയിൽ നിങ്ങൾ ഈ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്കൊരു മതത്തിൻ്റെ ചില തത്വസംഹിതകളൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയുള്ളൂ. എന്നാൽ അതിലുപരി ജീവൻ്റെ മാർഗമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് അത് ആർക്കാ ഇതിനെ കാണാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ജീവൻ്റെ മാർഗം എന്നുള്ള നിലയിൽ നിത്യജീവനായിട്ട് വീണ്ടെടുപ്പ് പ്രാപിച്ചവനെ അത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയൂ. പ്രീശല്ലോ, ശരിക്കും നിങ്ങൾ തിരുവഴുത്തുകളെ സവിസ്തരം ശ്രദ്ധയോടുകൂടി വായിച്ചാൽ, ആത്മാർത്ഥതയോടുകൂടി വായിച്ചാൽ, ഒരു അന്വേഷണ കുതിക എന്നുള്ള നിലയിൽ അത് വായിച്ചാൽ, ചിലത് കണ്ടെത്തുവാനുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ വായിച്ചാൽ, ദൈവം നിങ്ങളെ പലതും കണ്ടെത്തുവാൻ നിങ്ങളുടെ ആത്മീക ദൃഷ്ടിയെ കർത്താവ് തുറന്നു തരും. പ്രീശല്ലോ, അതുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം. നമുക്ക് ഈ മറശീലയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാം. ആദ്യം പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ച് എന്താ ഇതിൻ്റെ ആത്മീക അർത്ഥം എന്ന് നമുക്കൊന്ന് ഗ്രഹിച്ചു വരാം. തിരുവഴുത്തുകളിലൂടെ നമുക്ക് ഗ്രഹിക്കാം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 16-ാം വാക്യം. മതി, നിർത്തിക്കോളൂ. അവിടെ തിരശീലയ്ക്ക് 4 നിറങ്ങളിലുള്ള നീല, ധൂമ്രം, ചുവപ്പ്, പിരിച്ച പഞ്ഞിനൂൽ അഥവാ വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള, അങ്ങനെ 4 നിറങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായ ഒരു തിരശീലയാണ് അവിടെ വെച്ചേക്കുന്നത്. ആ തിരശീലയുടെ കൊണ്ട് ദൈവ ഉദ്ദേശം എന്താണെന്ന്, നമ്മളിപ്പോൾ വായിച്ചത് നിഴലാണ് വായിച്ചത്, നമ്മൾ ചിന്തിക്കുന്ന നിഴലാണ്. എന്നാൽ അതിൻ്റെ ആത്മീക പൊരുൾ എന്താണെന്ന് തിരുവഴുത്തുകളിലൂടെ നമുക്ക് ഒരല്പം യാത്ര ചെയ്യാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യവും മത്തായി സുവിശേഷം 27-51 നമ്മൾ വായിച്ചാൽ, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. മതി, നമുക്ക് ആ തിരശീല എന്നുള്ള വിഷയത്തോട് അനുബന്ധിച്ച് അതവിടെ നിർത്താം. യേശു തൻ്റെ ദേഹമെന്ന തിരശീല. അപ്പം ഇത് എന്തിനെ കാണിക്കുന്നെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു വാതിൽ ക്രിസ്തുവാണ്. അങ്ങനെങ്കിൽ ഈ വാതിലിൻ്റെ മറശീല ക്രിസ്തുവാണ്. തിരുവഴുത്ത് എത്ര വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, വാതിലിൻ്റെ മറശീല യേശു ക്രിസ്തുവാണ്. അത് കുറച്ചുകൂടെ നമുക്ക് ആധികാരികമായിട്ട് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യം. മത്തായി 27-ന്റെ 51-ാം വാക്യം.
യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ യേശു ക്രിസ്തു ജീവൻ വെടിയുമ്പോൾ വായിച്ച്, അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. എപ്പോ? യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിൽ തന്റെ ജീവൻ പ്രാണൻ വിടുന്ന സമയത്ത്, പ്രാണൻ അറ്റുപോകുന്ന സമയത്ത് എന്താ ചിന്തിയെന്ന് ചോദിച്ചാൽ തിരശീല രണ്ടായിട്ട് ചിന്തി. എന്നെ ശ്രദ്ധിക്കണം, ഇതേ തിരശീല തന്നെയാണ്, ഇതുപോലെ ഇതേ 4 വർണ്ണങ്ങളാലുള്ള തിരശീലയാണ് ഈ കൂടാരത്തിൻ്റെ പ്രാകാരവാതിലിനുള്ളതും കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തുള്ളതും അതിവിശുദ്ധ സ്ഥലം. അഥവാ ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചാൽ കൂടാരത്തിൻ്റെ പുറംഭാഗമായ പ്രാകാരവാതിലുള്ളത്, കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലമായ ആ വാതിലിനുള്ള തിരശീലയും അതിവിശുദ്ധ സ്ഥലം കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ തിരശീലയും ഇതേ നൂലുകളാൽ ചെയ്യപ്പെട്ടതാണ്. ഈ 3 തിരശീലകളും എന്തിനെ പ്രതിദാനം ചെയ്യുന്നു ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നോക്കുക, ഈ തിരശീല എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ദൈവാലയത്തിലെ മന്ദിരത്തിലെ തിരശീല എന്ന് പറയുന്നത് ഈ തിരശീലയാണ്, അതിപ്രധാനമായ തിരശീല. ഇവിടെ കൃപാസനം ദൈവത്തെ അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന സ്ഥാനത്തെ വേർതിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട തിരശീല യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിൽ പ്രാണൻ വിടിയുമ്പോൾ തൻ്റെ ജീവൻ വിടുന്നതോടെ എന്ത് ചെയ്യാണ്? അതേ സെക്കൻഡിൽ ഈ തിരശീല മുകളിൽ മുതൽ താഴെ വരെ രണ്ടായിട്ട് ചിന്തി മാറപ്പെട്ടപ്പോൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കൃപാസനം ഒരുവനെ കാണാൻ കഴിയുകയാണ്. ഒരുപക്ഷെ ഈ തിരശീലയും രണ്ടായി ചിന്തി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പ്രാകാരത്തിലേക്ക് ഒരുവൻ പാപയാഗം കഴിച്ച് അവൻ പാപപരിഹാരം പ്രാപിച്ച് ഈ പ്രാകാരത്തിൽ നിൽക്കുന്നവന് അകത്തിരിക്കുന്ന ദൈവത്തെ ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും, പുരോഹിതന് മാത്രമേ അകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ, അതും ആണ്ടിലൊരിക്കൽ. അപ്പൊ പുറത്ത് നിൽക്കുന്നവർക്ക് എല്ലാം ഈ ദൈവ സാന്നിധ്യത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ തിരശീല മറവായി നിൽക്കുകയാണ്. അപ്പൊ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ കൊണ്ട് മറച്ചു നിർത്തിയിരിക്കുന്ന ഒരു തിരശീല ക്രിസ്തുവിലൂടെ ആണ് എന്ത് ചെയ്ത്? ക്രിസ്തുവിലൂടെ ഉൾപ്രവേശിച്ചാണ് പുരോഹിതന്മാർ ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിശ്വാസികളും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടം വരെ വരാനേ അവർക്ക് പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ പ്രൈസ് ദി ലോർഡ് ദൈവത്തോട് ദൈവത്തോടിൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള പ്രവേശനം എല്ലാവർക്കും സാധ്യമായി തീർന്നു. ന്യായപ്രമാണ കാലത്ത് പുരോഹിതന്മാർക്ക് മാത്രം സാധ്യമായിരുന്ന ആ ഒരു പ്രവൃത്തി, ആ ഒരു അനുഭവം ഇന്ന് സാധാരണ ഏതൊരു ജനത്തിനും ദൈവത്തിലേക്ക് ചെല്ലുവാനുള്ള പ്രവേശനം യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ തിരശീല എന്താണെന്ന് ഉറപ്പിക്കാം. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് സംശയം കൂടാതെ നമുക്ക് അതിനെ ഉറപ്പിക്കാവുന്ന നിരവധി തിരുവെഴുത്തുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം ഉണ്ടായി. അതാണ് പറയുന്നത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിങ്കിലേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ ക്രിസ്തു മുഖാന്തരമായി എല്ലാവർക്കും എവിടെയൊക്കെ പ്രവേശനം ഉണ്ടായി? അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നത് എബ്രായർ എന്ന് പറയും, ഇനി നമുക്ക് അതിധൈര്യമായിട്ട് എന്ത് ചെയ്യാം? കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നേക്കുമായി ഏറ്റവും ഉത്തമമായ യാഗം കഴിക്കപ്പെട്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി. ഇനി രണ്ടാമത് മറ്റൊരു അർത്ഥതലത്തിൽ പറഞ്ഞാൽ ഇവിടെ ഈ കൃപാസനത്തിങ്കിലേക്ക് വരാൻ ആർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ മഹാപുരോഹിതന്റെ മക്കളായ പുരോഹിതന്മാർക്കുമേ ഇവിടെ കാലാകാലങ്ങളിൽ വരാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതെങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും സാധ്യമായി തീർന്നത് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും, പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ എല്ലാവരെയും അങ്ങനെ വിശ്വസിച്ച് കർത്താവിനെ കൈക്കൊള്ളുന്ന ഏവരെയും കർത്താവ് രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. ആ പൗരോഹിത്യം നമ്മളെല്ലാം പ്രാപിച്ചതുകൊണ്ട് ഇനി ആർക്ക് വേണമെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ഈ തിരശീല ക്രിസ്തുവാണെന്നുള്ളതിന് സംശയമില്ല. ഇനി ആ തിരശീലയുടെ അർത്ഥങ്ങൾ കുറച്ചുകൂടെ നമുക്ക് ആഴമായിട്ട് ചിന്തിക്കാം. 4 നിറങ്ങളാണ്. ഈ 4 നിറവും ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. നോക്കണം, ഒന്ന് നീല നിറമാണ്. ഈ പുരോഹിതൻ്റെ വസ്ത്രം, പുരോഹിതൻ്റെ അങ്കിയുടെ നിറം നീലയാണ്. ഈ പുരോഹിതൻ്റെ വസ്ത്രം ചെയ്തിരിക്കുന്ന അതേ വർണ്ണങ്ങൾ കൊണ്ട്, അതേ തുണികൾ കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ തിരശീലയും ചെയ്തിരിക്കുന്നത്. നീല നിറം
പൗരോഹിത്യത്തെ കാണിക്കുന്നു, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ കാണിക്കുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4:14. പ്രൈസ് ദി ലോർഡ്. 4:14. എബ്രായ ലേഖനം 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശങ്ങളിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മതി. അപ്പോൾ ആകാശങ്ങളിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അപ്പോൾ ആകാശത്തിൻ്റെ ഈ വർണ്ണം, പുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ വർണ്ണമാണ് ഈ തിരശ്ശീലയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് കാണിക്കുന്നതിന് അതാണ് ഈ നീല പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ കാണിക്കുന്നു. രണ്ടാമത് ധൂമ്രവസ്ത്രം. വായിച്ച് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം, ആദ്യം ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23:2-3 വായിച്ചേ. ലൂക്കോസിൻ്റെ സുവിശേഷം 23:2-3. മതി. ഇനി നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വന്നാൽ അതിൻ്റെ 2-ാം അധ്യായം 1-2 വാക്യം കൂടെ വായിച്ചേ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? മതി. അപ്പം നോക്കൂ, യേശുവിൻ്റെ പിറവി രാജാവായിട്ട് പിറന്നവനാണ്. ധൂമ്ര വസ്ത്രം ധരിക്കുന്നത് രാജാക്കന്മാരാണ്. ആ കാലഘട്ടങ്ങളിൽ ധൂമ്ര വസ്ത്രം ധരിക്കുന്നത് രാജാക്കന്മാരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെന്നാണ് വായിക്കുന്നത്. യേശുവിനെ ക്രൂശീകരിക്കുന്ന വേള, യേശുവിനെ വിസ്തരിക്കുന്ന വേളയിൽ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് യേശു സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യേശു രാജാവ് ആണ്. രാജാവ് മാത്രമല്ല, അവൻ രാജാതിരാജാവാണ്. ലോകത്തിൽ രാജാക്കന്മാർ മാത്രമേ ഉള്ളൂ. എന്നാൽ രാജാക്കന്മാരെ ഭരിക്കുന്ന ലോകത്തിലെ സകല രാജാക്കന്മാരും അവരുടെ മേൽ ആധിപത്യം നടത്തുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. അവൻ രാജാതിരാജാവാണ്. അത് തൻ്റെ വസ്ത്രത്തിൻ്റെ ഇതിൻ്റെ തിരശ്ശീലയുടെ നിറം കർത്താവിൻ്റെ രാജഗീതി കാണിക്കുന്നു. മൂന്നാമത് ചുവപ്പ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. 7-ാം അധ്യായം 14-ാം വാക്യം. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ച് സ്വർഗത്തിലുണ്ടായ കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവർ എവിടെ നിന്നായി ഈ അങ്കി അലക്കി വെളുപ്പിച്ചത്? കുഞ്ഞാടിന്റെ രക്തത്തിൽ. ലോകത്തിൽ ഒരു മൃഗത്തിൻ്റെ രക്തത്തിൽ അലക്കിയാൽ വെളുക്കുന്ന ചരിത്രമില്ല, ചുമക്കുകയേ ഉള്ളൂ. എന്നാൽ ഇവിടെ വായിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കിയെ അലക്കി വെളുപ്പിച്ചത്. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം ഏത് കുഞ്ഞാടെന്ന് ചോദിച്ചാൽ ലോകസ്ഥാപനം മുതൽ നമുക്കായിട്ട് അറുക്കപ്പെട്ട നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു. വേദപുസ്തകം പറയുന്നു, ഇതാ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തിൽ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തിയുള്ള ഈ ലോകത്തിലെ മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിനെ കാണിക്കാനാണ് ചുവപ്പ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തിരശ്ശീല ക്രിസ്തു ആണെങ്കിൽ ആ ചുവപ്പ് വിളിച്ചു പറയുന്നത് ഈ തിരശ്ശീല ക്രിസ്തു എന്ന് പറയുമ്പോൾ ആ അടയാളം, ആ സിമ്പൽ വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് ക്രിസ്തു തന്നെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം കൂടെ വായിച്ച് അവിടെ പഞ്ഞിനൂലിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. പഞ്ഞിനൂൽ വെണ്മയെ കാണിക്കുന്നു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യക്ഷത, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം കണ്ട ആ ചിത്രം ഇതാണ്, ആ രൂപം ഇതാണ്.
ആമൻ യേശുവിൻ്റെ ശരീരം, ആമൻ യേശുവിൻ്റെ തലയും ആമൻ തലമുടിയും ഹിമത്തോളം വെളുത്തിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ വെണ്മയെ, വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. അങ്ങനെങ്കിൽ ഈ തിരശ്ശീല വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആമൻ ഈ തിരശ്ശീല പറയുന്ന ഒരു ആമൻ സത്യമുണ്ട്. ഇത് ക്രിസ്തു തന്നെ. ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്നു. ആമൻ ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്ന ക്രിസ്തു. അതിലെ തിരശ്ശീല മുതൽ സകലത്തിലും ക്രിസ്തുവിനെ നിഴലിച്ച് കാണാനായിട്ട് കഴിയും. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു സാധാരണ മനുഷ്യന് ഈ വാതിലിൻ്റെ മുമ്പിൽ, ഈ തിരശ്ശീലയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ബൈബിൾ നിങ്ങൾ വായിച്ചാൽ ഈ തിരശ്ശീല എന്ന് വായിക്കുമ്പോൾ തിരശ്ശീല മാത്രമേ, ഒരു തുണിക്കഷ്ണം മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയൂ. എന്നാൽ അതിലുപരി അതിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത് വീണ്ടെടുക്കപ്പെട്ട ഒരുവന് ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അത് വായിച്ചാൽ അത് ക്രിസ്തുവാണെന്ന് ഇതര തിരുവഴുത്തുകളിലൂടെ, ഊഹാഭവങ്ങളിലൂടെയല്ല, ഏതെങ്കിലും ഒരു ആശയത്തിലൂടെ പറയുകയല്ല, ഏതെങ്കിലും ഒരു ചിന്തയിലൂടെ പറയുകയല്ല, തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അത് ക്രിസ്തുവാണെന്ന് സവിസ്തരം നമുക്ക് തെളിയിക്കാനായിട്ട് കഴിയും. ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ കഴിയും ഈ വാതിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ്, ഈ വാതിൽ, പ്രൈസ് ദി ലോർഡ്, ഇതിൽ കൂടെയാണ് പുരോഹിതനാകട്ടെ, സാധാരണ ജനമാകട്ടെ, ഈ കൃപാസനത്തിൽ എത്തണമെങ്കിൽ ഈ വാതിലൂടെ പ്രവേശിച്ചവന് മാത്രമേ, ഈ തിരശ്ശീലയിൽ കൂടി കടന്നവന് മാത്രമേ പിതാവിൻ്റെ സന്നിധിയിൽ അകത്ത് അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ദൈവമായിട്ട് ബന്ധപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ പകലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് ആധികാരികമായി ചിന്തിക്കും. അത് ക്രിസ്തുവാണ്, ക്രിസ്തുവിലൂടെയാണ് രക്ഷ, ക്രിസ്തുവിലൂടെയാണ് ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. സകലതും ഈ ലോകത്തിലായിരിക്കുന്ന നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവും പരിജ്ഞാനവും അനുഭവം ഉണ്ടാകുന്നത് മുഴുവൻ ക്രിസ്തുവിലൂടെയാണ്. എനിക്കും നിങ്ങൾക്കും. ലോകത്തിന് ആമൻ അദൃശ്യനായ ദൈവത്തിൻ്റെ, വേദപുസ്തകം പറയുന്നു, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് യേശു ക്രിസ്തു. നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്ത പിതാവാം ദൈവത്തിൻ്റെ പ്രതിമയാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ പറഞ്ഞു, എന്നെ കണ്ടവൻ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു എന്താണോ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ചിന്തിച്ചത് ഈ പ്രാകാരവാതിലാണ്. പ്രാകാരവാതിലിനെ കുറിച്ച് നമ്മൾ വാതിലിനെ ചിന്തിച്ചു, അതിലെ തിരശ്ശീലയെ പറ്റി ചിന്തിച്ചു. നമുക്ക് അത്യാവശ്യം തിരുവഴുത്തുകളെക്കുറിച്ച് അത്യാവശ്യമായ ജ്ഞാനം, അത്യാവശ്യമായ അറിവുകൾ ഒക്കെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ന്യായപ്രമാണത്തെക്കുറിച്ച്, സമാഗമന കൂടാരത്തെക്കുറിച്ചൊക്കെ ആധികാരികമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ നിയമം വളരെ ലളിതമായി, പ്രത്യേകിച്ച് ലേഖന ഭാഗങ്ങൾ പലർക്കും വായിച്ചാൽ മനസ്സിലാകില്ല. ലേഖന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാകാൻ ഇത് ഉതകും നിങ്ങൾക്ക്. ഞാൻ ഇത് അവിടെ നിർത്തിയിട്ട് ഒരു ചെറിയ ഭാഗം കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ വേറൊരു പാർട്ട് യാഗപീഠം എന്ന ഭാഗത്തേക്ക് നമ്മൾ പോകും. അതിനു മുമ്പ് ഒരു ചെറിയ ഭാഗം നമുക്ക് ചിന്തിക്കാം. ഇതിൽ ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ സമാഗമന കൂടാരത്തിനെ 3 ഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രാകാരം. ഇതിനിപ്പുറത്തോട്ടുള്ള സ്ഥലം പ്രാകാരമാണ്. ഇതിൻ്റെ ഈ പുറം ഭാഗമെല്ലാം പ്രാകാരത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധ സ്ഥലം, 2 അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം കഴിഞ്ഞാൽ പിന്നെ കാണുന്ന വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം, ഈ 3നും 3 അർത്ഥതലങ്ങളുണ്ട്. ഈ 3 അർത്ഥതലങ്ങളും പ്രിയപ്പെട്ട ശ്രോതാക്കൾ തുടർന്ന് നിങ്ങളത് ഓർമ്മയിൽ വെച്ചേക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് വളരെ അടുത്ത ചില സന്ദേശങ്ങൾ നമുക്ക് ഗ്രഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ഓർത്തിരിക്കുക, മറന്നു പോകാതിരിക്കുക. ഇതിന് 3നും 3 അർത്ഥതലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് 3 പാർട്ടായിട്ട് തിരിക്കാം. പക്ഷേ എന്നാലും ഞാൻ ഒരു ഭാഗത്തേക്ക് മാത്രം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അത് മാത്രം മതി. ഇപ്പോൾ നമുക്കെല്ലാം കൂടെ ചിന്തിച്ച് ആകെപ്പാടെ കുഴയേണ്ട. ഞാൻ ഇതിന് മുമ്പ് ഓർപ്പിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്രാകാരത്തിനൊരു ആത്മീയ അർത്ഥമുണ്ട്. പ്രാകാരത്തിൻ്റെ പ്രത്യേകത ഈ ഭൂമിക്ക് സദൃശ്യമാണ്. അതിൻ്റെ പൊരുൾ, പ്രാകാരം നിഴലാണ്. പ്രാകാരത്തിൻ്റെ പൊരുൾ പറയാം, ഈ ഭൂമിക്ക് നിഴലാണ്. ഞാനതിന് മുമ്പ് ഓർപ്പിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ വിട്ടുപോയി. ഓർക്കട്ടെ, ഇത് പ്രാകാരം ഭൂമിക്ക് നിഴൽ. എന്താ അതിൻ്റെ കാരണം എന്ന് പറയാം. ഈ പ്രാകാരത്തിൽ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും പുരോഹിതന്മാർക്കും പുരോഹിതന്മാർക്കേ വരാൻ പാടുള്ളൂ. സാധാരണ ജനത്തിന് ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ അനുവാദമില്ല. എന്നാൽ ഈ സാധാരണ ജനത്തിന് ഇവിടെ വരാം. സാധാരണ ജനമെന്ന് പറഞ്ഞാൽ പാപം ചെയ്തവൻ, പാപ പരിഹാരം പ്രാപിച്ചവൻ, പുരോഹിതൻ, എല്ലാവർക്കും വരാൻ ഉള്ള ഒരു സ്ഥലമാണ് ഈ പ്രാകാരം എന്ന് പറയുന്നത്. ഈ പ്രാകാരം അപ്പോൾ ഏതിന് നിഴലാണെന്ന് ചോദിച്ചാൽ
ഈ ഭൂമിക്ക്, നമ്മൾ അധിവസിക്കുന്ന ഭൂമിക്ക് നിഴലാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ പാപപരിഹാരം പ്രാപിച്ചവനുമുണ്ട്, പാപിയായിട്ട് ജീവിക്കുന്നവനുമുണ്ട്, പ്രൈസ് ദി ലോർഡ്, പുരോഹിതനുമുണ്ട്, പ്രവാചകനുമുണ്ട്, ദൈവിക ദർശനം പ്രാപിക്കുന്നവനും, ദൈവശബ്ദം കേൾക്കുന്നവരും, ദൈവശബ്ദം കേൾപ്പിക്കാത്തവനും, ദൈവത്തെ അറിയാത്തവനും, ദൈവം ഇല്ലെന്ന് പറയുന്നവനും, നിരീശ്വരവാദിയും, അങ്ങനെ സകലരും ഉള്ള സ്ഥലമാണ് ഭൂമി. അപ്പോൾ ഈ ഭൂമിയെ പ്രാകാരത്തിന് നിഴലായിട്ട് കാണാം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധ സ്ഥലം, ഈ വിശുദ്ധ സ്ഥലത്തിനെ നമുക്ക് ആകാശമണ്ഡലം അല്ലെങ്കിൽ സ്വർലോകങ്ങൾ, സ്വർലോകങ്ങൾ എന്ന് പറയാം. നമുക്കൊന്ന് രണ്ട് വാക്യം വായിച്ച് അതിലേക്ക് വരാം, അപ്പോൾ നമുക്കത് മനസ്സിലാകും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യവും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-2, എഫേസ്യ ലേഖനം 6-12, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. നമുക്ക് അവിടുത്തെ പദം നമുക്ക് എടുക്കേണ്ടത് അത് മാത്രമാണ്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, സ്വർലോകങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മുകളിലോട്ട്, ലോകം എന്നല്ല പദം, ലോകങ്ങൾ, ഒന്നിലധികം സ്ഥലങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ആ തിരുവഴുത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഇനി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം കൂടെ വായിച്ചാൽ കുറച്ചുകൂടെ നമുക്കതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയും. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. മതി. മൂന്നാം സ്വർഗമെന്ന് അവിടെ പറയുമ്പോൾ അതിന് മുമ്പ് ഏതൊക്കെ ഉണ്ട്? ഒന്നും 2 സ്വർഗങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആകാശമണ്ഡലത്തിൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഭോഷത്വമായിട്ടോ ചിലർക്ക് അത് അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ടോ ഒക്കെ തോന്നാം. അത് അവരവരുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ അവരവർക്ക് അതിനെ ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. ഏതൊരു കാര്യവും നമ്മൾ കേൾക്കുമ്പോൾ കേൾവിക്കാരൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് മാത്രമേ അതിനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതൊരു കാര്യവും ഒരുവൻ മറ്റൊരുവന് ബോധ്യപ്പെടുത്തുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ അവൻ്റെ അറിവിനും അവൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് മാത്രമേ അതിനെ ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ എന്നത് വണ്ണം ഇവിടെ നമ്മൾ തിരുവെഴുത്ത് വായിച്ച സ്വർലോകങ്ങൾ എന്ന പദം വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ സ്വർലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്ഥലങ്ങളുണ്ട്, ഒന്നിലധികം നമ്മുടെ ദൃഷ്ടിക്ക് അപ്പുറത്തായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രകാശവർഷങ്ങൾ അകലെ ആണ് ദൂരമുണ്ടെന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈ അനന്തവികാസനുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഇതിനൊക്കെ പരിമിതികളുണ്ട്. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും തിരുവഴുത്തിലൂടെ നമ്മൾ കണ്ടവനായ സകലത്തിന് സൃഷ്ടാവായ ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളിതൊക്കെ വിശ്വസിക്കുന്നത്. എന്നെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുകയും ചെയ്യുന്നത് കർത്താവിലുള്ള വിശ്വാസമുള്ളതുകൊണ്ട്. എന്തെന്ന് വെച്ചാൽ കർത്താവ് ഭോഷ്ക്ക് പറഞ്ഞിട്ടില്ല. കർത്താവ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. അപ്പോൾ സൃഷ്ടാവ് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ സൃഷ്ടാവിങ്കലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങളും ഇത് വിശ്വസിക്കുന്നു. അപ്പോൾ സ്വർലോകങ്ങൾ, അപ്പോൾ ഈ നോക്കൂ, സ്വർലോകങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിശുദ്ധമായ ഒരു സ്ഥലമാണ്. മനുഷ്യൻ ചെന്നെത്താത്ത സ്ഥലങ്ങളാണ്. ഒരു കാര്യം ഓർക്കണം, ഈ മനുഷ്യനുള്ള സ്ഥലങ്ങളാണ് ഇത്രയും കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ചെന്നെത്താത്ത സ്ഥലമാണ് അവിടെ സ്വർലോകം. അതിന് നിഴലാണ് ഈ വിശുദ്ധ സ്ഥലം. അവിടെ ആര് പ്രവേശിക്കും? പുരോഹിതന്മാർക്ക് പ്രവേശിക്കാം. പുരോഹിതന്മാർക്ക്, അതായത് ദൈവത്താൽ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരണം പ്രാപിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് അവിടെ പ്രവേശിക്കാം. അതുകൊണ്ട് സ്വർലോകങ്ങൾ. അപ്പോൾ ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലം, നമുക്കൊരു വാക്യം വായിച്ചിട്ട് അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ചുകൂടെ ചിന്തിക്കാം. രാജാക്കളുടെ പുസ്തകം 1 രാജാക്കൾ 8-ാം അധ്യായം 27-ാം വാക്യം. ഒന്ന് രാജാക്കൾ 8:27. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം പുസ്തകം. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗം, സ്വർഗങ്ങളുടെ മുകളിലുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കാളും കുറേ കൂടെ ബെറ്ററായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശുദ്ധമായ, കുറച്ചുകൂടെ മേന്മയായ, കുറച്ചുകൂടെ പ്രകാശമുള്ള, ഏതോ കുറെ കൂടെ പവർഫുള്ളായ മറ്റൊരു സ്ഥലമുണ്ട്. അതാണ് സ്വർഗാദി സ്വർഗം, വിശുദ്ധം. അതുകൊണ്ടാണ് വിശുദ്ധം,
അതിവിശുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലം ഏതിന് നിഴലെന്ന് ചോദിച്ചാൽ സ്വർഗാദി സ്വർഗത്തിന് നിഴലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇവിടെ ഒന്ന് രണ്ട് പ്രത്യേകത കൂടെ പറയാം. ഇവിടെ ആർക്കൊക്കെ പ്രവേശിക്കാൻ അനുവാദമുണ്ടെന്ന് ചോദിച്ചാൽ ഈ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും ആർക്കൊക്കെ പ്രവേശിക്കാൻ അനുവാദമുണ്ടെന്ന് ചോദിച്ചാൽ പുരോഹിതന്മാർക്കും, ഒന്ന് മഹാപുരോഹിതൻ, രണ്ട് മഹാപുരോഹിതൻ്റെ കുടുംബത്തിലുള്ള ലേവ്യ കുടുംബത്തിലുള്ള പുരോഹിതന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാർക്കും മാത്രമേ. അതായത് ഈ പുരോഹിതന്മാർ ദൈവത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്താൽ തിരഞ്ഞെടുത്ത് സെപ്പറേറ്റ് ആക്കി മാറ്റപ്പെട്ട ദൈവം അംഗീകരിച്ചവരുടെ കാര്യമായി പറയുന്നത്, സ്പെഷ്യലായിട്ടുള്ള ആളുകളുടെ കാര്യമായി പറയുന്നത്. അവർക്കും പ്രവേശിക്കാം. അങ്ങനെങ്കിൽ സാധാരണ ജനത്തിന് ഇവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല. ഇപ്പോൾ ദൈവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൻ്റെ ഏകയാഗത്താൽ, ഏറ്റവും ശ്രേഷ്ഠമായ തൻ്റെ ശരീരയാഗത്താൽ എല്ലാവർക്കും പ്രവേശനം എന്ത് ചെയ്തു? നൽകി. അതുകൊണ്ട് നമ്മളെ എല്ലാം ദൈവം എങ്ങനെ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നു. ഒന്ന് വായിച്ച്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ സ്വന്തക്കാർക്ക് നമ്മളിനി ആരല്ല? അന്യരും പരദേശികളുമല്ല. ദൈവത്തിന് ഈ ഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. എന്നാൽ പ്രത്യുത യേശുവിന്, ദൈവത്തിന് നമ്മൾ അന്യരും പരദേശികളുമല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിട്ടെ. ഈ പ്രാകാരത്തിൽ വന്ന് യാഗം കഴിച്ചെങ്കിൽ മാത്രമേ ഈ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ യാഗം കഴിച്ച് പരിഹാരം പ്രാപിക്കാത്ത ഒരുത്തനും ഇതിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്തതുപോലെ ഭൂമിയിൽ വെച്ച് പാപപരിഹാരം പ്രാപിക്കാത്ത ഒരുവനും നിത്യരാജ്യമാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് ഈ പ്രാകാരത്തിലെ യാഗവും ഈ പ്രാകാരവും നമുക്ക് തിരിച്ച് നമ്മളോട് പറയുന്നൊരു സന്ദേശമാണ്. ഇനി മറ്റൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. ഇവിടെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ഈ മനുഷ്യൻ പാപം ചെയ്തത് ദൈവത്തിന് നന്യപ്പെട്ടത് എവിടെ വെച്ചാണ്? മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന് നന്യപ്പെട്ടത് ഈ പ്രാകാരമാകുന്ന ഭൂമിയിൽ വെച്ചാണ്. അതുകൊണ്ട് അവനെ ഇനി സ്വർഗത്തിൽ കൊണ്ടുപോയി റെഡിയാക്കി എടുക്കാമെന്ന് ദൈവം ചിന്തിച്ചില്ല. എവിടെ വെച്ച് പാപം ചെയ്ത ദൈവത്തിൽ നന്യപ്പെട്ടു പോയോ അതേ സ്ഥലത്ത് വെച്ച് അവൻ പാപപരിഹാരം കഴിച്ചിരിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ടാണ് പ്രാകാരം എന്നൊരു സ്ഥലം നിശ്ചയിച്ച് ഇവിടെ യാഗത്തിന് വരാൻ കൽപ്പിച്ചത്. അപ്പോൾ യേശു എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, സകല മനുഷ്യരും ഭൂമിയിൽ വെച്ച് പാപം ചെയ്തിരിക്കുകയാൽ ഇനി സ്വർഗത്തിന് തൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക്, തൻ്റെ സ്ഥലത്തേക്ക് വരുവാൻ അർഹരല്ലാതായി തീർന്നതുകൊണ്ട് ദൈവം അതിനൊരു പരിഹാരം ചെയ്തു. തൻ്റെ ദൈവിക മഹിമകളെ സ്വർഗത്തിലിരുന്ന പിതാവിനോട് തുല്യനായി സമത്വം ഇരുന്നവൻ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിൽ വെച്ച് നമുക്ക് വേണ്ടി യാഗമായി പാപപരിഹാരം പ്രാപിച്ച് കർത്താവ് എവിടേക്ക് പോയി? സ്വർഗത്തിലേക്ക് പോയി. ഹല്ലേലൂയ. ഇനി ഏവർക്കും എന്ത് ചെയ്യാം? അവിടേക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ഈ മുഴുവൻ ജനത്തിൻ്റെയും പാപത്തിന് വേണ്ടി ഇവിടെ യാഗം കഴിക്കും. ഇവിടെ യാഗം കഴിച്ചിട്ട് ഈ യാഗരക്തവുമായിട്ടാണ് താൻ ഈ പാത്രത്തിൽ യാഗരക്തവുമായിട്ട് ഈ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലം വഴിയായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. ഇത് ശ്രദ്ധിച്ചാൽ ഇത് ന്യായപ്രമാണത്തിൻ്റെ രഹസ്യം നിങ്ങൾ ചിന്തിക്കൂ. മഹാപുരോഹിതൻ ആദ്യം തൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കും. രണ്ടാമത് സർവ്വജനത്തിൻ്റെയും പാപത്തിന് വേണ്ടി യാഗം കഴിക്കും. എന്നിട്ട് യാഗരക്തവുമായിട്ട് എവിടെ ചെല്ലുമെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥലമായ കൃപാസനത്തിങ്കലേക്ക് ചെല്ലും. പാത്രത്തിൽ യാഗരക്തവുമായിട്ട്. നോക്കൂ, എവിടെ വഴി? പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലം വഴി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. ഇതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാകാരമാകുന്ന ഭൂമിയിൽ വെച്ച് സകല മനുഷ്യൻ്റെയും പാപത്തിന് വേണ്ടി വർണ്ണ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പാപത്തിന് വേണ്ടി യാഗമായി തീർന്നിട്ട്
തൻ്റെ ശരീരമാകുന്ന തൻ്റെ ജീവനാകുന്ന രക്തവുമായിട്ട് ആകാശങ്ങളിൽ കൂടി അഥവാ സ്വർഗത്തിൽ കൂടി സ്വർഗങ്ങളെ കഴിഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് സ്വർഗത്തിലേക്ക് താൻ എത്തിച്ചേർന്നു. വേദപുസ്തകങ്ങളിൽ വായിക്കുന്നത് അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. എന്താ? നമ്മൾ ഒരുവൻ ഇടറിപ്പോകുമ്പോൾ നമ്മുടെ മേൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായി ദൈവം നമ്മുടെ മേൽ ശിക്ഷാവിധി അയക്കുമ്പോൾ ആ ശിക്ഷാവിധിയിൽ നമുക്ക് വേണ്ടി ആ ശിക്ഷാവിധിയിൽ നമ്മൾ നശിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് പറയുകയാണ്, അവനെ കൊല്ലരുത്, അവനെ ശിക്ഷിക്കരുത്. എന്താണെന്നറിയാമോ? ഞാൻ അവന് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങി എന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന കർത്താവ്. ആകയാൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗം. നമുക്ക് ഇവിടെ വെച്ച് പ്രാകാരമാകുന്ന ഈ ഭൂമിയിൽ വെച്ച് പാപപരിഹാരം പ്രാപിക്കാതെ ഒരുവനും നിത്യരാജ്യത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. കർത്താവ് തൻ്റെ ശരീരയാഗത്താൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചിട്ട് നമുക്ക് വേണ്ടി വെച്ചിട്ട് പോയ മാതൃകകളെ, കൽപ്പനകളെ പ്രമാണിച്ചെങ്കിൽ മാത്രമേ നിത്യതയെ പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ മരണശേഷം ഒരുവനും പാപമോചനമില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു ആധാരമില്ല. മരിച്ചതിന് ശേഷം ആരെങ്കിലും അവന് വേണ്ടി പുണ്യപ്രവൃത്തി ചെയ്യുകയോ അവൻ്റെ പേരിൽ ദാനധർമ്മങ്ങൾ നടത്തുകയോ അവന് വേണ്ടി കുർബാനയോ കുമ്പസാരമോ അവന് വേണ്ടി യാഗകർമാദികളോ നടത്തിയാൽ അവന് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. വേദപുസ്തകം ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയുന്നു, ഒരുവൻ ശരീരത്തിലേക്ക് 2 കൊരിന്ത്യർ 5:10 പറയുന്നു, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മയാകലും തിന്മയാകലും അവൻ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ജീവനോടെ ഈ ഭൂമിയിൽ പാർക്കുന്ന നാളിൽ പാപപരിഹാരം പ്രാപിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല. അത് ന്യായപ്രമാണ കാലം മുതലേ ഈ യുഗത്തിൽ, ഈ കാലാന്തരത്തിൽ, ഈ കാലഘട്ടത്തിൽ അവനുള്ള രക്ഷയെക്കുറിച്ച് പഴയ കാലം മുതലേ അത് നമുക്ക് നിഴലായി ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ പൊരുൾ തിരിഞ്ഞിരിക്കുന്നു. ആകയാൽ ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ശ്രവിച്ചിട്ട് ഹൃദയത്തെ വീണ്ടും കഠിനപ്പെടുത്താതെ സന്ദേശങ്ങളെ, തിരുവെഴുത്തുകളെ അത് ശരിക്കും ഗ്രഹിച്ചുകൊണ്ട് കർത്താവിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിക്കുവാൻ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അടുത്ത സന്ദർഭത്തിൽ നമുക്ക് യാഗപീഠം എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കാണും വരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. വരുന്ന നാളുകളിൽ ഇത്രയും സമയം ഇത് ശ്രവിക്കുകയും നിങ്ങൾ അത് ഏകാഗ്രതയോടെ കേൾക്കുകയും ഗ്രഹിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർക്ക് സ്നേഹം നിറഞ്ഞ നന്ദിയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.